ഹായ് മച്ചാമാരെ, നമ്മൾ പുതിയ വണ്ടി എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു പഴയ വണ്ടി അത്യാവശ്യം ഫീച്ചേഴ്സ് ഉള്ള വണ്ടിയെല്ലാം എടുത്തിട്ട് ഒരു സെക്കൻഡ് വേരിയൻ്റ് ഒരു വണ്ടി എടുത്തിട്ട് പെട്ടുപോകുന്നൊരു കേസാണ്. അത്ര നമ്മൾ സൗണ്ട് സിസ്റ്റം അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമ്പനി ഫിറ്റഡ് മ്യൂസിക് സിസ്റ്റം ആയിരിക്കും അത്തലൊന്ന് സൗണ്ട് സിസ്റ്റം അപ്ഡേറ്റ് ചെയ്യാന്ന് വെച്ചാലോ പെട്ടു, അതിന് ഓഡിയോ ഔട്ടില്ല. അപ്പോൾ ഇത്തരം സന്ദർഭത്തിൽ നമുക്ക് എങ്ങനെ അതിലോട്ട് സബ്വൂഫർ ഫിറ്റ് ചെയ്യാം? സാധാരണഗതിയിൽ എല്ലാവരും ഈ സൗണ്ട് സിസ്റ്റം മാറുകയാണ് ചെയ്യുന്നത്. വെറുതെ കാശ് കൊടുക്കി ഒരു 5000 രൂപയിൽ 10000 രൂപ ചുമ്മാ പാഴ്പോക്കാം. അപ്പം ഇത് പോകാതെ തന്നെ നമ്മുടെ ആ സിസ്റ്റം തന്നെ നമുക്ക് JBL കണക്ട് ചെയ്യാം. അപ്പം ചെറിയൊരു ഞൊടുക്ക് വിധി ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ സൗണ്ട് സിസ്റ്റം അല്ലെങ്കിൽ സബ്വൂഫർ നമുക്കിത് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ പറഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും നാടൻ മീഡിയയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജിഷ്ണു മറ്റക്കര. സാധാരണഗതിയിൽ നമ്മുടെ കമ്പനി ഫിറ്റഡ് മ്യൂസിക് സിസ്റ്റം ഈ മോഡലാണ് വരുന്നത്. ഇതിപ്പോൾ ഓരോ വണ്ടിയിലും ഓരോ ടൈപ്പ് ആയിരിക്കും. ഇതിപ്പോൾ ഈ വണ്ടിയിലുള്ളത് ഈ സെറ്റപ്പിലുള്ള മ്യൂസിക് സിസ്റ്റമാണ്. അപ്പോൾ നമ്മളിത് കംപ്ലീറ്റ് അയച്ചെടുക്കുക. അപ്പോൾ ഇതിൻ്റെ പുറകിൽ നമുക്ക് ഓഡിയോ ഔട്ട് ഇല്ലെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പം സാധാരണ ആഫ്റ്റർ മാർക്കറ്റ് മ്യൂസിക് സിസ്റ്റത്തിലെല്ലാം തന്നെ എല്ലാ ബ്രാൻഡ് ഐറ്റത്തിലും തന്നെ ഓഡിയോ ഔട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ കമ്പനി ഫിറ്റഡ് ഐറ്റത്തിൽ ഓഡിയോ ഔട്ട് വരത്തില്ല. അപ്പോൾ ഇതിലാണ് നമുക്ക് സബ്വൂഫറിനുള്ള ഔട്ട് എടുക്കാനുള്ളത്. അപ്പോൾ ഇനിയാണ് നമ്മുടെ മെയിൻ ഐറ്റം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സൗണ്ട് സിസ്റ്റത്തിൻ്റെ പുറയിൽ ഇതുപോലെ ഈ വൈറ്റും ഈ റെഡും കൊടുക്കാനുള്ള ഔട്ട് കാണത്തില്ല. അതാണ് നമുക്ക് ഈ നമ്മുടെ കമ്പനി മ്യൂസിക് സിസ്റ്റത്തിൽ ഈ സബ് കൊടുക്കാൻ പറ്റത്തില്ല. അതിൻ്റെ മെയിൻ പ്രശ്നമാണ്. അപ്പം ഇത് വെച്ച് നമുക്ക് എങ്ങനെയാണെന്ന് കൊടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് സാധനത്തിൻ്റെ രണ്ട് തലം കട്ട് ചെയ്ത് കളയാണ്. ഈ കട്ട് ചെയ്ത് കളയുമ്പോൾ ഇതിനകത്ത് നമുക്ക് 2 വയർ കിട്ടും. അതായത് ഈ വൈറ്റിൽ തന്നെ 2 വയറും റെഡിൽ തന്നെ 2 വയറും കിട്ടും. ഇത് നമ്മൾ ഈ വൈറ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതായത് 2 ചാനലിൻ്റെ ലെഫ്റ്റ് റൈറ്റ് ചാനൽ എടുത്തിട്ട് അതിൻ്റെ 2 പോയിന്റിലും കൊടുക്കുക. ഇതിൽ ലെഫ്റ്റ് റൈറ്റ് ചാനൽ ലെഫ്റ്റിൻ്റെയോ റൈറ്റിൻ്റെയോ 2 ചാനലിലും കൊടുക്കുക. അപ്പോൾ ഞാനിത് പറയുന്നത് എങ്ങനെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ വയർ കട്ടർ വെച്ച് നമ്മൾ കട്ട് ചെയ്യുന്നതായിരിക്കും ഇച്ചിരിയുടെ എളുപ്പം. നമ്മൾ സൂക്ഷിച്ച് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് 2 വയറും എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ സൂക്ഷിച്ച് കട്ട് ചെയ്യണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് നമുക്ക് 2 വയറും അതിനകത്ത് വയറിന് സ്ലീവ് ഉള്ളതാണ്. അപ്പോൾ ഈ സ്ലീവ് പോകാതെ തന്നെ നമുക്ക് കറക്റ്റായിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ സൂക്ഷിച്ച് നന്നായിട്ട് കട്ട് ചെയ്ത് 2 വയറും കറക്റ്റായിട്ട് എടുത്ത് നമ്മൾ ആ വയറും ചോപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതേപോലെ ഉണ്ടോ ഇത് കട്ട് ചെയ്ത് ഇതിൻ്റെ തല കട്ട് ചെയ്ത് നമ്മൾ സൂക്ഷിച്ച് നമ്മളിത് എടുക്കുമ്പോഴത്തേന് ഇതേപോലെ 2 വയർ ഇതിനകത്ത് കിട്ടും. അപ്പോൾ ഇതിൽ നമുക്ക് ചോപ്പ് ചെയ്തെടുത്തിട്ട് നമ്മുടെ ഒന്നുകിൽ ലെഫ്റ്റ് ചാനലിൽ അല്ലെങ്കിൽ റൈറ്റ് ചാനലിലാണ് കൊടുക്കുന്നത്. അതായത് കട്ട് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ സൂക്ഷിച്ച് കട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതേപോലെ 2 വയറും കട്ട് ചെയ്യും. ഇതുപോലെ 4 വയർ പീസ് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് കിട്ടും. ഇത് 4 വയർ പീസ് നമ്മൾ ലെഫ്റ്റ് റൈറ്റ് ചാനലിലോട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കും, ഇപ്പോൾ ഞാനിത് കാണിച്ചേക്കുന്നത് നിങ്ങൾക്ക് ഡെമോൺസ്ട്രേഷൻ കാണിക്കാൻ വേണ്ടി ഒരു വയർ എടുത്തേക്കുന്നതാണ്. ഇതിപ്പോൾ ഓഡിയോ വീഡിയോ ഔട്ടിൻ്റെ ഒരു വയർ എടുത്ത് ഇങ്ങനെ കാണിച്ചേക്കുന്നതാണ്. അപ്പോൾ ശരി, നമ്മൾ വയറിംഗ് കിറ്റിനോട് മേടിക്കുന്ന കിട്ടുന്ന ഈ വയറിന് ഇതിന് നല്ല വണ്ണമുള്ള ഇച്ചിരി ക്വാളിറ്റി ഉള്ള വയറായിരിക്കും കിട്ടുന്നത്. ഇതിപ്പോൾ വണ്ണം കുറഞ്ഞ വയറാണ്. അപ്പോൾ ഇതിന് നല്ല ക്വാളിറ്റി ഉള്ള സാധനം കിട്ടും. അപ്പോൾ നമ്മൾ അത് തിരിച്ചു കൊടുക്കുമ്പോഴും കട്ട് ചെയ്യുമ്പോഴാണെങ്കിൽ ഇത്രയും സൂക്ഷിക്കേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിനി ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ വണ്ടിയുടെ സെറ്റിൻ്റെ പുറകിലുള്ള ലെഫ്റ്റും റൈറ്റും കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ലെഫ്റ്റും റൈറ്റും എങ്ങനെ കണ്ടുപിടിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ടോട്ടൽ നമ്മുടെ വണ്ടിയിൽ സാധാരണ ഇതിൽ നമ്മുടെ കമ്പനി ഫിറ്റഡ് മ്യൂസിക് സിസ്റ്റത്തിൽ 4 ഔട്ട് 4 ഡോർ പാഡ് സ്പീക്കർ, പിന്നെ ബാക്കി 2 ഔട്ടും കൂടെ 6 ഔട്ട് കാണും. അപ്പം ലെഫ്റ്റ് റൈറ്റ് നോക്കി ചാനൽ നോക്കി കൊടുത്തേക്കുന്ന കറക്റ്റായിട്ട് നോക്കുക. അപ്പോൾ അതെങ്ങനെ അറിയാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമുക്ക് ഗൂഗിളിൽ നോക്കാം. ഗൂഗിളിനകത്ത് സെർച്ച് ചെയ്യുക ഈ കോമ്പാറ്റിബിലിറ്റി സിസ്റ്റത്തിൻ്റെ വയറിംഗ് ഡയഗ്രം നോക്കുക. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വണ്ടിയുടെ മാനുവൽ കാണും. മാനുവലിനകത്ത് ഇതിൻ്റെ ഓരോ സെക്ഷനും ഓരോ വയറും ഏതൊക്കെയാണ് ലെഫ്റ്റ് ഏതാണ് റൈറ്റ് ഏതാണ് ഡോർ ലെഫ്റ്റ് ഏതാണെന്ന് കൊടുക്കുക. കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇനി അതുമല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ മ്യൂസിക് സിസ്റ്റത്തിൻ്റെ മേളിൽ അത് ഡയഗ്രം കാണും. ആ ഡയഗ്രത്തിൽ ലെഫ്റ്റും റൈറ്റ് ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിന് നമ്മൾ 4 വയറും പിരിച്ചു കൊടുക്കുകയാണ്. അപ്പം പിരിച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ പുറകിൽ സബ്ബിൽ നമ്മുടെ സാധാരണ ഈ ഓഡിയോ ഔട്ട് കുത്തിയാൽ മതി. അപ്പോൾ ഓട്ടോമാറ്റിക്കാണ് സബിൻ്റെ ലൈൻ അങ്ങോട്ട് ഇല്ലും. അപ്പോൾ നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കണ്ട. ഈ ലൈൻ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഷോർട്ടോ കാര്യങ്ങളോ ഒന്നും ആകത്തില്ല. അതേപോലെ തന്നെ ഈ സൈഡ് സ്പീക്കറിൻ്റെ അല്ലെങ്കിൽ സാറ്റലൈറ്റ് സ്പീക്കറിൻ്റെ ഒരിക്കലും പവർ കുറയുമില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ചെറിയ ലെഫ്റ്റിൽ റൈറ്റിൻ്റെ ഔട്ട് ചെറുതായിട്ട് നമ്മുടെ ആംപ്ലിഫയർ ആയിട്ട് കിട്ടിയാൽ മതി. അത് ആംപ്ലിഫൈ ചെയ്ത് കറക്റ്റായിട്ടുള്ള വോയിസ് കിട്ടിക്കോളും. ഓട്ടോമാറ്റിക്കായിട്ടും 100 ഡെസിബിൾ താഴെയുള്ള വോയിസ് മാത്രമേ നമ്മുടെ ആംപ്ലിഫയർ എടുക്കുന്നുള്ളൂ. അതായത് മുഴക്കങ്ങൾ, ഇടി, തണ്ടർ സൗണ്ട് അങ്ങനെയുള്ള സൗണ്ടുകൾ മാത്രമേ നമ്മുടെ ഈ ആംപ്ലിഫയർ എടുക്കുകയുള്ളൂ. അപ്പം ആ സൗണ്ടുകൾ മാത്രം ആംപ്ലിഫൈ ചെയ്ത് നമ്മുടെ ആംപ്ലിഫയർ നമുക്ക് നല്ല റിസൾട്ട് കിട്ടിക്കോളും. ഓക്കെ, അപ്പം വേറെ ഇതിനകത്തൊന്നും സംഭവിക്കുന്നൊന്നുമില്ല.
അതേപോലെ തന്നെ നമ്മൾ ലെഫ്റ്റും റൈറ്റും ചൂസ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ലെഫ്റ്റും റൈറ്റും തന്നെ ചൂസ് ചെയ്യുക. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അൺഈവൻ സൗണ്ട്സ് നമ്മുടെ സബ് വൂഫറിലോട്ട് കയറി വരും, അതായത് ആംപ്ലിഫയറിലോട്ട് കയറി വരും. അപ്പോൾ നമുക്ക് ഭയങ്കര ഡിസ്ട്രക്ഷൻ ആയിട്ടുള്ള സൗണ്ടുകളായിരിക്കും വരുന്നത്. ഞാൻ പറഞ്ഞു 200 ഡെസിബിൾ താഴെയുള്ള സൗണ്ടുകൾ മാത്രമാണ് നമ്മൾ ഇതിനകത്ത് വരുന്നത് ആംപ്ലിഫൈ ചെയ്യുന്നത്. അതായത് നമുക്ക് ബാസാണ്, ഈ ബാസ് മാത്രമേ ഉള്ളൂ ഈ സബ് വൂഫർ ആംപ്ലിഫൈ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ ഈ ലെഫ്റ്റും റൈറ്റും കറക്റ്റായിട്ട് കൊടുത്തില്ലെങ്കിൽ അൺഈവൻ സൗണ്ട് കയറി വരും. കാരണം ലെഫ്റ്റ് തന്നെ നമ്മൾ ചാനൽ കൊടുക്കുകയാണെങ്കിൽ ആ ലെഫ്റ്റിൽ തന്നെ 2 മുടക്കം ഒരേപോലെ കയറിയുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള മുടക്കം വരുമ്പോൾ ഭയങ്കര ഡിസ്ട്രക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ലെഫ്റ്റും റൈറ്റും കറക്റ്റായിട്ട് നോക്കി തന്നെ മാത്രം കൊടുക്കുക. നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഇതിനുള്ള ഈ മെത്തേഡുകൾ നോക്കിയിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ലെഫ്റ്റും റൈറ്റും നോക്കി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ സംഭവം ഇത്രേ ഉള്ളൂ. നമുക്ക് നിസ്സാരമായിട്ട് സബ് വൂഫർ കണക്ട് ചെയ്യാം. അപ്പോൾ വേറെ പരിപാടിയൊന്നുമില്ല. അപ്പം ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഇഷ്ടമാകാത്തവരും ഈ വീഡിയോ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. നമുക്ക് ഒരു പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം പുതിയ വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഇതിൻ്റെ താഴെ ചേർത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഡയറക്റ്റ് മെസ്സേജ് ചെയ്യാം, ഫോളോ ചെയ്യാം. അപ്പോൾ നമ്മുടെ പുതിയ അപ്ഡേറ്റ്സുകളെല്ലാം അറിയാൻ സാധിക്കും. ഓക്കെ, അപ്പം പുതിയ വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ദിസ് ഈസ് ജിഷ്ണു പുത്തിക്കര സൈനിങ് ഓഫ്.